ഹലോ ഓൾ, വെൽക്കം ടു ദിസ് അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. വരാൻ പോകുന്ന റെയിൽവേ എക്സാംസിന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന പുതിയ എക്സാം പാറ്റേണിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന റെയിൽവേ എക്സാംസ് GK ബൂസ്റ്റർ സീരീസിന്റെ 5ാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Which union territory was added to India by the 14th Constitutional Amendment Act of 1962? 1962-ലെ 14th Constitutional Amendment Act പ്രകാരം ഇതിൽ ഏത് യൂണിയൻ ടെറിട്ടറി ആണ് ഇന്ത്യയിലേക്ക് ആഡ് ചെയ്തത്? ഓപ്ഷൻ എ പുതുച്ചേരി, ഓപ്ഷൻ ബി ഡാമൻ ആൻഡ് ദിയു, ഓപ്ഷൻ സി ഗോവ ആൻഡ് ഓപ്ഷൻ ഡി ചണ്ഡീഗഡ്. സോ ഇതിൽ ഏത് യൂണിയൻ ടെറിട്ടറി ആണ് 1962-ലെ 14th Constitutional Amendment Act പ്രകാരം ഇന്ത്യയിലേക്ക് ആഡ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പുതുച്ചേരിയാണ്. സോ പുതുച്ചേരിയാണ് എന്ത് ചെയ്യുന്നത്? 14th Constitutional Amendment Act of 1962 പ്രകാരം ഇന്ത്യയിലേക്ക് ആഡ് ചെയ്യപ്പെട്ട യൂണിയൻ ടെറിട്ടറി. ഇനി പുതുച്ചേരിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പുതുച്ചേരി എന്ന് പറയുന്നത് 1954 വരെ 1954 വരെ ഫ്രഞ്ച് പൊസഷനിൽ ഉണ്ടായിരുന്ന ഒരു ടെറിട്ടറി ആയിരുന്നു. സോ ഫ്രഞ്ചിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഒരു ടെറിട്ടറി ആയിരുന്നു എന്ത്? 1954 വരെ പുതുച്ചേരി. 1954ലാണ് എന്ത് ചെയ്യുന്നത്? ഫ്രഞ്ച് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൈമാറുന്നത്. പുതുച്ചേരി എന്നുള്ള ഈ ഒരു ടെറിട്ടറി ഫ്രഞ്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൈമാറുന്നത് 1954ലാണ്. ഇനി 1954 മുതൽ 1961 വരെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുതുച്ചേരിയെ കൺസിഡർ ചെയ്തിരുന്നത് ഒരു അക്വേർഡ് ടെറിട്ടറി ആയിട്ടാണ്. സോ ഒരു അക്വേർഡ് ടെറിട്ടറി എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുതുച്ചേരിയെ 1961 വരെ ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം 1962-ല് 14th Constitutional Amendment Act പ്രകാരം 1962-ല് 14th Constitutional Amendment Act പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? പുതുച്ചേരിയെ യൂണിയൻ ടെറിട്ടറി ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. 1954 വരെ ഫ്രഞ്ചിന്റെ കയ്യിലായിരുന്നു പുതുച്ചേരി. 1954ലാണ് എന്ത് ചെയ്യുന്നത്? ഫ്രഞ്ച് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൈമാറുന്നത്. ആൻഡ് 1954 മുതൽ 1961 വരെ പുതുച്ചേരിയെ ഒരു അക്വേർഡ് ടെറിട്ടറി ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ആൻഡ് 1962ലാണ് എന്ത് ചെയ്യുന്നത്? പുതുച്ചേരിയെ 14th Constitutional Amendment Act പ്രകാരം ഇന്ത്യയുടെ ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നോക്കാം. അതായത് ഡാമൻ ആൻഡ് ദിയു, അതുപോലെ തന്നെ ഗോവ. സോ ഗോവയും അതുപോലെ തന്നെ ഡാമൻ ആൻഡ് ദിയുവും 1961 വരെ 1961 വരെ ഗോവയും ഡാമൻ ആൻഡ് ദിയുവും പോർച്ചുഗീസ് കൺട്രോളിൽ ഉണ്ടായിരുന്ന ഒരു ടെറിട്ടറി ആയിരുന്നു. സോ പോർച്ചുഗീസുകാരുടെ കയ്യിലിരുന്ന ടെറിട്ടറീസ് ആണെന്ത്? ഗോവയും അതുപോലെ തന്നെ ഡാമൻ ആൻഡ് ദിയുവും. 1961-ല് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോലീസ് ഫോഴ്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് ടെറിട്ടറീസും പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് അക്വയർ ചെയ്യുന്നത്. 1961 വരെ ഗോവയും ഡാമൻ ആൻഡ് ദിയുവും പോർച്ചുഗീസിന്റെ കൺട്രോളിലായിരുന്നു. ആൻഡ് 1961-ല് പോലീസ് ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പോർച്ചുഗീസിന്റെ കയ്യിൽ നിന്ന് ഗോവയും ഡാമൻ ആൻഡ് ദിയുവും ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? അക്വയർ ചെയ്യുന്നത്. ആൻഡ് അക്വയർ ചെയ്തതിന് ശേഷം 1962-ല് അക്വയർ ചെയ്തതിന് ശേഷം 1962-ൽ എന്ത് ചെയ്യുന്നു? ഈ ഡാമൻ ആൻഡ് ദിയുവിനെയും ഗോവയും ഡാമൻ ആൻഡ് ദിയുവിനെ എന്ത് ചെയ്യുന്നു? ഒരു യൂണിയൻ ടെറിട്ടറി, ഒരു സിംഗിൾ യൂണിയൻ ടെറിട്ടറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ 1962-ല് ഗോവയും അതുപോലെ തന്നെ ഡാമൻ ആൻഡ് ദിയുവിനെയും ഒരു സിംഗിൾ യൂണിയൻ ടെറിട്ടറി ആയിട്ട് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. ഗോവ ആൻഡ് ഡാമൻ ആൻഡ് ദിയു. സോ ഗോവയും അതുപോലെ തന്നെ ഡാമൻ ആൻഡ് ദിയുവിനെയും 12th Constitutional Amendment Act of 1962. സോ 1962-ലെ 12th Constitutional Amendment Act പ്രകാരം എന്ത് ചെയ്യുന്നു? ഗോവയും ഡാമൻ ആൻഡ് ദിയുവിനെയും ഒരു സിംഗിൾ യൂണിയൻ ടെറിട്ടറി ആക്കി എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് അതിനുശേഷം 1987-ല് എന്ത് ചെയ്യുന്നു? ഗോവയ്ക്ക് സ്റ്റേറ്റ് ഹുഡ് കൊടുക്കുന്നു. സോ 1987-ല് ഗോവയ്ക്ക് എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ് ഹുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഗോവയ്ക്ക് സ്റ്റേറ്റ് ഹുഡ് കൊടുത്തപ്പോൾ ഡാമൻ ആൻഡ് ദിയു എന്ത് ചെയ്യുന്നു? ഒരു സെപ്പറേറ്റ് യൂണിയൻ ടെറിട്ടറി ആക്കി കൺവേർട്ട് ചെയ്യുന്നു. സോ 1987-ല് ഗോവയ്ക്ക് സ്റ്റേറ്റ് ഹുഡ് പ്രൊവൈഡ് ചെയ്തു. ആൻഡ് ഗോവയ്ക്ക് സ്റ്റേറ്റ് ഹുഡ് കിട്ടിയപ്പോൾ ഡാമൻ ആൻഡ് ദിയു എന്ത് ചെയ്തു? ഒരു സെപ്പറേറ്റ് യൂണിയൻ ടെറിട്ടറി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ആൻഡ് അതിനുശേഷം 26 ജനുവരി 2020 സോ 26 ജനുവരി 2020-ൽ എന്ത് ചെയ്യുന്നു? ഡാമൻ ആൻഡ് ദിയുവിനെ ദാദ്ര ആൻഡ് നാഗർ ഹവേലിയുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നു? മെർജ് ചെയ്യുന്നു. സോ ദാദ്ര ആൻഡ് നാഗർ ഹവേലി അതുപോലെ തന്നെ ഡാമൻ ആൻഡ് ദിയു. സോ ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ഡാമൻ ആൻഡ് ദിയു ഈ രണ്ട് യൂണിയൻ ടെറിട്ടറീസിനെ എന്ത് ചെയ്യുന്നു? മെർജ് ചെയ്യുന്നു. ഈ രണ്ട് യൂണിയൻ ടെറിട്ടറീസിനെയും കൂടി മെർജ് ചെയ്തിട്ട് ഒരു സിംഗിൾ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റുന്നു.
സോ 1961 വരെ ഗോവയും ഡാമൻ ആൻഡ് ഡിയും പോർച്ചുഗീസിന്റെ കൺട്രോളിലായിരുന്നു. ആൻഡ് പോർച്ചുഗീസിന്റെ കൺട്രോളിൽ നിന്ന് പോലീസ് ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ രണ്ട് ടെറിട്ടറീസും അക്വയർ ചെയ്യുന്നത്. അതിനുശേഷം 1962 എന്ത് ചെയ്യുന്നു 12th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1962 പ്രകാരം ഗോവയും ഡാമൻ ആൻഡ് ഡിയുവിനെയും ഒരു UT ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ഒരു സിംഗിൾ UT ആക്കി എന്ത് ചെയ്യുന്നു കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് അതിനുശേഷം 1987 ഗോവയ്ക്ക് സ്റ്റേറ്റ് ഹുഡ് കൊടുക്കുന്നു. ഡാമൻ ആൻഡ് ഡിയുവിനെ എന്ത് ചെയ്യുന്നു ഒരു സെപ്പറേറ്റ് UT ആക്കി മാറ്റുന്നു. പിന്നീട് 26 ജനുവരി 2020 എന്ത് ചെയ്യുന്നത് രണ്ട് യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള ദാദ്ര ആൻഡ് നാഗർ ഹവേലിയും ഡാമൻ ആൻഡ് ഡിയുവിനെയും കൂടെ മെർജ് ചെയ്ത് ഒരു സിംഗിൾ യൂണിയൻ ടെറിട്ടറി എന്ത് ചെയ്യുന്നത് ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ചണ്ഡീഗഡിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ചണ്ഡീഗഡ് 1966 പഞ്ചാബ് എന്നുള്ള ഒരു വലിയൊരു സ്റ്റേറ്റിനെ എന്ത് ചെയ്യുന്നു രണ്ടായിട്ട് ബൈഫർക്കേറ്റ് ചെയ്യുന്നു. അതായത് പഞ്ചാബി സ്പീക്കിംഗ് പീപ്പിളിന് വേണ്ടിയിട്ട് പഞ്ചാബി സംസാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പഞ്ചാബ് എന്നുള്ളൊരു സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹിന്ദി സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഹരിയാന എന്നുള്ളൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ 1966 പഞ്ചാബ് എന്നുള്ള വലിയ സ്റ്റേറ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ബൈഫർക്കേറ്റ് ചെയ്യുന്നു. പഞ്ചാബി സ്പീക്കിംഗ് പീപ്പിളിന് വേണ്ടിയിട്ട് പഞ്ചാബ് സ്റ്റേറ്റും ഹിന്ദി സ്പീക്കിംഗ് പീപ്പിളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഹരിയാന സ്റ്റേറ്റും ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നു ഒരു യൂണിയൻ ടെറിട്ടറി കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. അതാണെന്ത് ചണ്ഡീഗഡ് എന്ന് പറയുന്നത്. സോ 1966 പഞ്ചാബിന്റെ ബൈഫർക്കേഷൻ മൂലം ക്രിയേറ്റ് ചെയ്യപ്പെട്ട യൂണിയൻ ടെറിട്ടറി ആണെന്ത് ചണ്ഡീഗഡ് എന്ന് പറയുന്നത്. ആൻഡ് പഞ്ചാബിന്റെയും അതുപോലെ തന്നെ ഹരിയാനയുടെയും ക്യാപിറ്റലും എന്ത് തന്നെയാണ് ചണ്ഡീഗഡ് എന്നുള്ള ഈ ഒരു യൂണിയൻ ടെറിട്ടറി തന്നെയാണ്. 1966 എന്ത് ചെയ്യുന്നത് ചണ്ഡീഗഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ബൈ ദ ബൈഫർക്കേഷൻ ഓഫ് പഞ്ചാബ് ഇൻടു പഞ്ചാബ് ആൻഡ് ഹരിയാന. Next question. Consider the following statements. Statement 1. There are 3 categories under the Mudra scheme. Shishu, Kishore and Tarun. Statement 2. The Shishu category covers loans from rupees 5 lakhs to rupees 10 lakh. Which is or are correct? മുദ്ര സ്കീമിനെ കുറിച്ച് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So option A, only the first statement. Option B, only the second statement. Option C, both the first and the second statement. And option D, neither one nor two. So neither the first statement nor the second statement. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നതാണ് ഓപ്ഷൻ ഡി, neither one nor two. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്തല്ല കറക്റ്റ് അല്ല. ഇനി നമുക്ക് മുദ്ര സ്കീമിനെ കുറിച്ച് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. സോ മുദ്ര സ്കീമിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി മുദ്ര സ്കീം. സോ പ്രധാനമന്ത്രി മുദ്ര സ്കീമിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ചില ഡീറ്റെയിൽസ് നോക്കാം. സോ അപ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റായത് എന്നുള്ള കാര്യം. PM മുദ്ര സ്കീം എന്ന് പറയുന്നത് 2015 എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്കീം ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്കീം വരുന്നത്. സോ 2015 ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്കീം വരുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിലാണ്. ആൻഡ് ഇതെന്ന് പറയുന്നതാണ് ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. അതായത് 100% ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ ഇംപ്ലിമെന്റേഷനും ആര് തന്നെയായിരിക്കും നിർവഹിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസോ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സോ ആയിരിക്കും ചെയ്യുന്നത്. ഇതൊക്കെയാണ് PM മുദ്ര സ്കീമിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഇനി എന്തിനാണ് PM മുദ്ര സ്കീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മോൾ ആൻഡ് മൈക്രോ എന്റർപ്രണേഴ്സിന്, അതായത് ചെറിയ ഇടത്തരം, അത് സൂക്ഷ്മ അതുപോലെ തന്നെ ഇടത്തരം ചെറിയ കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൊളാറ്ററൽ ഫ്രീ ആയിട്ട്, അതായത് ഈടൊന്നും കൊടുക്കാതെ സ്മോൾ ആൻഡ് മൈക്രോ എന്റർപ്രണേഴ്സിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത സ്കീമാണെന്ത് PM മുദ്ര സ്കീം എന്ന് പറയുന്നത്. സോ PM മുദ്ര സ്കീം എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് മൈക്രോ എന്റർപ്രണേഴ്സിന് കൊളാറ്ററൽ ഒന്നും കൊടുക്കാതെ ഈടൊന്നും കൊടുക്കാതെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണ്. ആൻഡ് ഈ PM മുദ്ര സ്കീമിന്റെ അണ്ടറിൽ 4 ലോൺ കാറ്റഗറീസ് ആണുള്ളത്. സോ 4 ലോൺ കാറ്റഗറീസ് ആണ് PM മുദ്ര സ്കീമിന്റെ അണ്ടറിലുള്ളത്, 3 അല്ല. സോ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത് 3 കാറ്റഗറീസ് ഓഫ് ലോൺസ് ആണ് PM മുദ്ര സ്കീമിന്റെ അണ്ടറിൽ ഉള്ളതെന്നാണ്. എന്നാൽ അത് ശരിയല്ല, 4 സ്കീംസ്. സോ 4 കാറ്റഗറി ഓഫ് ലോൺസ് ആണ് PM മുദ്ര സ്കീമിന്റെ അണ്ടറിലുള്ളത്. സോ ശിശു ഉണ്ട്, കിഷോർ ഉണ്ട്, തരുൺ ഉണ്ട്, അതുകൂടാതെ തരുൺ പ്ലസ് ഉണ്ട്. ഇങ്ങനെ 4 കാറ്റഗറി ഓഫ് ലോൺസ് ആണ് PM മുദ്ര സ്കീമിന്റെ അണ്ടറിലുള്ളത്. ഇനി ശിശു സ്കീം എന്ന് പറയുന്നത് എന്താണ് 50,000 റുപ്പീസ് വരെ 50,000 റുപ്പീസ് വരെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ്, അല്ലെങ്കിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന കാറ്റഗറി ആണെന്ത് ഈ ഒരു ശിശു സ്കീം എന്ന് പറയുന്നത്. അപ് ടു 50,000 റുപ്പീസ്. അതായത് ഇനിഷ്യൽ സ്റ്റേജസിലുള്ള ബിസിനസ്സസിന് അവരുടെ ആ ഒരു ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ വേണ്ടിയിട്ട്
50,000 വരെ എന്ത് ചെയ്യും, ലോൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതാണ് ശിശു സ്കീം എന്ന് പറയുന്നത്. ഇനി കിഷോർ സ്കീം എന്ന് പറയുന്നത് ഗ്രോത്ത് സ്റ്റേജിലുള്ള, അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 50,000 മുതൽ 5 lakh വരെയുള്ള ലോൺസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു കിഷോർ സ്കീമിന്റെ അണ്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ 50,000 to 5 lakhs വരെയുള്ള 5 lakhs വരെയുള്ള ലോൺ. ഗ്രോത്ത് സ്റ്റേജിലുള്ള ബിസിനസ്സിനാണ് എന്ത് ചെയ്യുന്നത്, കിഷോർ സ്കീമിൽ ലോൺ ലഭിക്കുന്നത്. 50,000 മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള ലോൺ എന്ത് ചെയ്യും, കിഷോർ സ്കീമിന്റെ അണ്ടറിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി തരുൺ കാറ്റഗറി എന്ന് പറയുമ്പോൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്സിന്, അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്സിനാണ് എന്ത് ചെയ്യുന്നത്, തരുൺ കാറ്റഗറിയിൽ ലോൺ കൊടുക്കുന്നത്. ആൻഡ് തരുൺ കാറ്റഗറിയിൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള എമൗണ്ട് എന്ത് ചെയ്യും, ലോൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ലാസ്റ്റ് കാറ്റഗറി ആണ് എന്ത്, ഈ ഒരു തരുൺ പ്ലസ് കാറ്റഗറി എന്ന് പറയുന്നത്. ഈ ഒരു തരുൺ പ്ലസ് കാറ്റഗറി എന്ന് പറയുന്നത് 2024-25 ബഡ്ജറ്റിൽ 2024-25 ബഡ്ജറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പുതിയ കാറ്റഗറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇനിഷ്യലി ഈ ഒരു കാറ്റഗറി ഇല്ലായിരുന്നു. പിന്നീട് 2024-25 ബഡ്ജറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഈ തരുൺ പ്ലസ് കാറ്റഗറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ തരുൺ പ്ലസ് കാറ്റഗറിയിൽ ഈ തരുൺ സ്കീമിന്റെ അണ്ടറിൽ ലോൺ എടുത്ത് അത് സക്സസ്ഫുൾ ആയിട്ട് റീപേ ചെയ്ത കമ്പനീസിന് എന്തുണ്ട്, ഫെർദർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് തരുൺ പ്ലസ് കാറ്റഗറിയിൽ ലോൺ കൊടുക്കും. സോ തരുണിൽ ഓൾറെഡി ലോൺ എടുത്തു, അത് സക്സസ്ഫുൾ ആയിട്ട് റീപേ ചെയ്തു, തിരിച്ചടച്ചു. അങ്ങനെയുള്ള ബിസിനസ്സസിന് വീണ്ടും ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തരുൺ പ്ലസ് കാറ്റഗറിയിൽ 10 ലക്ഷം മുതൽ 10 lakhs മുതൽ 20 lakhs വരെയുള്ള ലോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എന്ത്, തരുൺ പ്ലസ് കാറ്റഗറി എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ശിശു കാറ്റഗറി കവേഴ്സ് ലോൺസ് ഫ്രം 5 lakh to 10 lakh. സോ ശിശു കാറ്റഗറിയിൽ 50,000 വരെയുള്ള ലോൺ ആണ് എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. കിഷോർ കാറ്റഗറിയിലാണ് 50,000 to 5 lakh വരെയുള്ള ലോൺ. ആൻഡ് തരുൺ കാറ്റഗറിയിലാണ് 5 lakhs മുതൽ 10 lakhs വരെയുള്ള ലോൺ. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, ബേസിക്കലി തെറ്റാണ്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ആണ് തെറ്റായിട്ട് വന്നത്. സോ അതുകൊണ്ടാണ് എന്ത്, നമ്മുടെ ഓപ്ഷൻ നെയ്തർ 1 nor 2 ആയിട്ട് മാറിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who signed the Pune Pact of 1932 on behalf of Mahatma Gandhi as he was imprisoned at that time? മഹാത്മാഗാന്ധിയുടെ ബിഹാഫിൽ 1932 പൂന പാക്ട് ആരാണ് സൈൻ ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി മദൻ മോഹൻ മാലവ്യ ആൻഡ് ഓപ്ഷൻ ഡി വല്ലഭായ് പട്ടേൽ. ഇതിൽ ആരാണ് മഹാത്മാഗാന്ധിയുടെ ബിഹാഫിൽ പൂന പാക്ട് സൈൻ ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പണ്ഡിറ്റ് മദൻ മോഹൻ മാലവ്യ. സോ പണ്ഡിറ്റ് മദൻ മോഹൻ മാലവ്യ ആണ് എന്ത് ചെയ്യുന്നത്, 1932 പൂന പാക്ട് മഹാത്മാഗാന്ധിയുടെ ബിഹാഫിൽ സൈൻ ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് പൂന പാക്ട് ഓഫ് 1932 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു എഗ്രിമെന്റ് ആണ്. ആരൊക്കെ തമ്മിലുള്ള എഗ്രിമെന്റ്, ബി ആർ അംബേദ്കറും, സോ ഡോക്ടർ ബി ആർ അംബേദ്കറും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഈ ഒരു പൂന പാക്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആൻഡ് മഹാത്മാഗാന്ധി. സോ മഹാത്മാഗാന്ധിയും ബി ആർ അംബേദ്കറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണെന്ത് ഈ ഒരു പൂന പാക്ട് എന്ന് പറയുന്നത്. ഇനി ഒരു പൂന പാക്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം, സോ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം മഹാത്മാഗാന്ധി എന്ത് ചെയ്തു, ഇന്ത്യയിൽ തിരിച്ചെത്തി. ആൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ത് ചെയ്തു, റീസ്റ്റാർട്ട് ചെയ്തു. സോ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ മഹാത്മാഗാന്ധി എന്ത് ചെയ്തു, ഇന്ത്യയിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് റീസ്റ്റാർട്ട് ചെയ്തു. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു, മഹാത്മാഗാന്ധിയും ബാക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺഗ്രസ് ലീഡേഴ്സിനെ എല്ലാം തന്നെ എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്തു. ആൻഡ് ഈ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള രാംസെ മക്ഡൊണാൾഡ്, സോ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് ശേഷം ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള രാംസെ മക്ഡൊണാൾഡ് എന്ത് ചെയ്യുന്നു, കമ്മ്യൂണൽ അവാർഡ്സ് ഡിക്ലെയർ ചെയ്യുന്നു. സോ രാംസെ മക്ഡൊണാൾഡ് എന്ത് ചെയ്യുന്നു, കമ്മ്യൂണൽ അവാർഡ്സ് ഡിക്ലെയർ ചെയ്യുന്നു. ഇനി എന്താണ് കമ്മ്യൂണൽ അവാർഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിപ്രസ്ഡ് ക്ലാസസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണൽ അവാർഡ്സ് ഓഫർ ചെയ്തത്. ഹിന്ദു സൊസൈറ്റിയിലുള്ള ഡിപ്രസ്ഡ് ക്ലാസസ് മീൻസ് ബാക്ക്വേർഡ് ക്ലാസസിന് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് ഓഫർ ചെയ്യുന്ന കമ്മ്യൂണൽ അവാർഡ്സ് എന്ത് ചെയ്തു, രാംസെ മക്ഡൊണാൾഡ് ഡിക്ലെയർ ചെയ്തു. ബി ആർ അംബേദ്കർ ഈ കമ്മ്യൂണൽ അവാർഡ്സിന് എന്തായിരുന്നു, സപ്പോർട്ടായിരുന്നു. ബിക്കോസ് ഡിപ്രസ്ഡ് ക്ലാസസിന്, ബാക്ക്വേർഡ് ക്ലാസസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് ആണ് എന്ത് ചെയ്തത്, കമ്മ്യൂണൽ അവാർഡ്സ് പ്രൊവൈഡ് ചെയ്ത്. സോ ബി ആർ അംബേദ്കർ ഈ ഒരു കമ്മ്യൂണൽ അവാർഡ്സിന് സപ്പോർട്ടായിരുന്നു. എന്നാൽ മഹാത്മാഗാന്ധിയുടെ ഒപ്പീനിയനിൽ ഇങ്ങനൊരു കമ്മ്യൂണൽ അവാർഡ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ബാക്ക്വേർഡ് ക്ലാസസിന് കൊടുക്കുന്നത് ഹിന്ദു സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്യുന്നതിന് കാരണമാകും എന്നുള്ള റീസൺ കൊണ്ട് എന്ത് ചെയ്തു, മഹാത്മാഗാന്ധി ഈ ഒരു കമ്മ്യൂണൽ അവാർഡ്സിന് എന്ത് ചെയ്തു, എതിർത്തു.
അതിന്റെ ഭാഗമായിട്ട് ഈ കമ്മ്യൂണൽ അവാർഡ്സിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മഹാത്മാഗാന്ധി ഏരാവാദ ജയിലിൽ വെച്ചിട്ട്, സോ മഹാരാഷ്ട്രയിലുള്ള ഏരാവാദ ജയിലിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു, നിരാഹാര സമരം എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഈ മഹാത്മാഗാന്ധിയുടെ നിരാഹാര സമരം എൻഡ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് ലീഡേഴ്സ് എല്ലാം കൂടി BR അംബേദ്കറിനെ കൺവിൻസ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, BR അംബേദ്കറും മഹാത്മാഗാന്ധിയും തമ്മിൽ നെഗോഷിയേഷൻസ് നടത്തുന്നു. ആൻഡ് ആ നെഗോഷിയേഷൻസിന്റെ ഭാഗമായിട്ട് BR അംബേദ്കർ എന്ത് ചെയ്യുന്നു, ഈ കമ്മ്യൂണൽ അവാർഡ്സ് എന്നുള്ള ആ ഒരു ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, ഉപേക്ഷിക്കുന്നു. ഡിപ്രസ്ഡ് ക്ലാസ്സസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് വേണം എന്നുള്ള ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, BR അംബേദ്കർ ഉപേക്ഷിക്കുന്നു. ആൻഡ് അതിന് പകരമായിട്ട് മഹാത്മാഗാന്ധി സജസ്റ്റ് ചെയ്ത ഒരു ഓപ്ഷൻ, അതായത് ജോയിന്റ് ഇലക്ട്രേറ്റ്, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് വേണ്ട, ഡിപ്രസ്ഡ് ക്ലാസ്സസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് വേണ്ട, പകരം ജോയിന്റ് ഇലക്ട്രേറ്റ്സിൽ ഡിപ്രസ്ഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം 80-ൽ നിന്ന് 147 ആയിട്ട് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഡിപ്രസ്ഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ട് ജോയിന്റ് ഇലക്ട്രേറ്റ്സിൽ, ഡിപ്രസ്ഡ് ക്ലാസ്സിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് വേണ്ട, പകരം ജോയിന്റ് ഇലക്ട്രേറ്റ്സിൽ ഡിപ്രസ്ഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ട് 80 സീറ്റ് ബ്രിട്ടീഷുകാർ റിസർവ് ചെയ്ത് തന്നിരുന്നു. ആ റിസർവ്ഡ് സീറ്റ്സിന്റെ എണ്ണം എന്ത് ചെയ്തു, 147 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഈ ഒരു എഗ്രിമെന്റിന്റെ മേലാണ് എന്ത് ചെയ്യുന്നത്, BR അംബേദ്കറും മഹാത്മാഗാന്ധിയും ഈ ഒരു പൂന പാക്ട് ഓഫ് 1932 സൈൻ ചെയ്യുന്നത്. ആൻഡ് മഹാത്മാഗാന്ധി ജയിലിലായതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിയുടെ ബിഹാഫിൽ പണ്ഡിറ്റ് മദൻ മോഹൻ മാലവിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പൂന പാക്ട് ഓഫ് 1932 സൈൻ ചെയ്യുന്നത്. വരാൻ പോകുന്ന വർഷത്തേക്കുള്ള റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് നിങ്ങളുടെ ബേസിക് അത്ര സ്ട്രോങ് അല്ല, സോ നിങ്ങൾക്ക് ബേസിക്കിൽ നിന്ന് അഡ്വാൻസ് ലെവലിലേക്കുള്ള ക്ലാസ്സസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദിശ അക്കാഡമി റെയിൽവേ എക്സാംസിന്റെ ഒരു കംപ്ലീറ്റ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ തന്നെ പ്രിന്റഡ് ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ത്രൂ കൊറിയർ അത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആൻഡ് അതുകൂടാതെ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർഷിപ്പ് അവൈലബിൾ ആയിരിക്കും. ആൻഡ് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ക്ലാസ്സസ് ലീഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 ആൻഡ് അതുപോലെ തന്നെ 7012615062. സോ ഫർദർ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സസിനകത്ത് ജോയിൻ ചെയ്യാം. Next question. Banking reforms were a part of the 1991 economic reforms. Which of the following committees recommended banking sector liberalization in 1991? So banking reforms എന്ന് പറയുന്നത് 1991 economic reformsന്റെ ഒരു പാർട്ടായിരുന്നു. ആൻഡ് ഇതിൽ ഏത് കമ്മിറ്റിയാണ് ബാങ്കിങ് സെക്ടർ ലിബറലൈസേഷൻ 1991 റെക്കമെൻഡ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നരസിംഹം കമ്മിറ്റി, ഓപ്ഷൻ ബി കേൽക്കർ കമ്മിറ്റി, ഓപ്ഷൻ സി രംഗരാജൻ കമ്മിറ്റി ആൻഡ് ഓപ്ഷൻ ഡി ചക്രവർത്തി കമ്മിറ്റി. സോ ഇത് ഏത് കമ്മിറ്റിയാണ് ഈ ഒരു ബാങ്കിങ് സെക്ടർ ലിബറലൈസേഷൻ റെക്കമെൻഡ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നരസിംഹം കമ്മിറ്റിയാണ്. സോ ഈ നരസിംഹം കമ്മിറ്റി 1991 നരസിംഹം കമ്മിറ്റിയെ നമ്മൾ നരസിംഹം കമ്മിറ്റി 1 എന്നാണ് എന്ത് ചെയ്യുന്നത്. സോ 1991 നരസിംഹം കമ്മിറ്റിയെ നരസിംഹ കമ്മിറ്റി 1 എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ഈ ഒരു കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ബാങ്കിങ് സെക്ടർ ലിബറലൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഈ നരസിംഹ കമ്മിറ്റി 1 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്തിന് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ റിഫോംസ് സജസ്റ്റ് ചെയ്യാനായിട്ട്, ഇൻക്ലൂഡിംഗ് ദ ബാങ്കിങ് സെക്ടർ. സോ ബാങ്കിങ് സെക്ടറിൽ അടക്കമുള്ള ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്ത് ചെയ്യാനായിട്ട്, റിഫോംസ് സജസ്റ്റ് ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നരസിംഹം കമ്മിറ്റി 1 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു കമ്മിറ്റിയെ 1991 എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് നരസിംഹമായിരുന്നു. സോ ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എം നരസിംഹം. സോ എം നരസിംഹമായിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ആൻഡ് ഹി വാസ് എ ഫോമർ RBI ഗവർണർ. സോ ഫോമർ RBI ഗവർണർ ആയിട്ടുള്ള എം നരസിംഹത്തിന്റെ ലീഡർഷിപ്പിലാണ്, ചെയർമാൻഷിപ്പിലാണ് എന്ത് ചെയ്യുന്നത്, ഈ നരസിംഹം കമ്മിറ്റി 1 1991 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ബാങ്കിങ് സെക്ടറിൽ റിഫോംസ് സജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി നരസിംഹ കമ്മിറ്റി 1 ചില റെക്കമെൻഡേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ, വൺ ഓഫ് ദി ഫസ്റ്റ് റെക്കമെൻഡേഷൻ ആയിരുന്നു എന്ത്, റെഡ്യൂസ് ദി CRR ആൻഡ് SLR. സോ ഫസ്റ്റ് റെക്കമെൻഡേഷൻ നരസിംഹ കമ്മിറ്റി 1 റെക്കമെൻഡേഷൻസിലെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു എന്ത്, റിഡക്ഷൻ ഓഫ് ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. CRR-ഉം SLR-ഉം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്ത്, ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നതാണ് അലോ ദ പ്രൈവറ്റ് ബാങ്ക്സ്. സോ
സോ പ്രൈവറ്റ് ബാങ്ക്സിനെ എന്ത് ചെയ്യുക, ഇന്ത്യയുടെ ബാങ്കിങ് സിസ്റ്റത്തിൽ അലോ ചെയ്യുക. സോ അലോ ദ പ്രൈവറ്റ് ബാങ്ക്. സോ പ്രൈവറ്റ് ബാങ്ക്സിനെ ഇന്ത്യയുടെ ബാങ്കിങ് സെക്ടറിൽ എന്ത് ചെയ്യുക, അലോ ചെയ്യുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ റിഫോം. ആൻഡ് മൂന്നാമത്തെ റിഫോം എന്ന് പറയുന്നത് എന്താണ്, സ്ട്രെങ്തനിങ് ദ ക്യാപിറ്റൽ അഡിക്വസി നോംസ്. സോ സ്ട്രെങ്തനിങ് ക്യാപിറ്റൽ അഡിക്വസി നോംസ്, ഇതായിരുന്നു മൂന്നാമത്തെ റിഫോം എന്ന് പറയുന്നത്. സ്ട്രെങ്തനിങ് ക്യാപിറ്റൽ അഡിക്വസി നോംസ്. ക്യാപിറ്റൽ അഡിക്വസി നോംസ് എന്ത് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതായിരുന്നു അടുത്ത ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ക്യാപിറ്റൽ അഡിക്വസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഡൻ ആയിട്ടുള്ള, എന്താണ് ഈ ക്യാപിറ്റൽ അഡിക്വസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഡൻ ആയിട്ടുള്ള ഒരു ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ പോലും ബാങ്കിന് എന്ത് ചെയ്യാൻ സാധിക്കണം, അത് കവർ ചെയ്യാനുള്ള അസറ്റ്സ് കൈവശം ഉണ്ടായിരിക്കണം. സോ ദാറ്റ് കസ്റ്റമറിന് എന്തുണ്ടാവില്ല, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, കസ്റ്റമേഴ്സിന് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അസറ്റ്സ് ഈ ബാങ്കിന്റെ പക്കൽ ഉണ്ടായിരിക്കണം. സോ ദാറ്റ് കസ്റ്റമറിന് എന്തുണ്ട്, പ്രൊട്ടക്ഷൻ ലഭിക്കും എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാകണം. അതാണ് എന്ത്, ക്യാപിറ്റൽ അഡിക്വസി കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഈ ക്യാപിറ്റൽ അഡിക്വസി നോംസ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതായിരുന്നു എന്ത്, ഈ ഒരു നരസിംഹം കമ്മിറ്റി 1ന്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റ് കമ്മിറ്റീസ് നോക്കുകയാണെങ്കിൽ, കേൽക്കർ കമ്മിറ്റി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കേൽക്കർ കമ്മിറ്റീസ് ഉണ്ട്. സോ കേൽക്കർ കമ്മിറ്റീസ് തന്നെ പല ടൈപ്പിലുണ്ട്. സോ 2015 ഒരു കേൽക്കർ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിരുന്നു. ഇതെന്ന് പറയുന്ന പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിനകത്ത് റിഫോംസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. സോ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിന്റെ ആ ഒരു സിസ്റ്റത്തിൽ റിഫോംസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് 2015 എന്ത് ചെയ്യുന്നത്, കേൽക്കർ കമ്മിറ്റി, ഈ ഒരു കേൽക്കർ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. അതിനുശേഷം അതിനു മുന്നേ തന്നെ 2013 മഹാരാഷ്ട്ര ഗവൺമെന്റ് എന്ത് ചെയ്തിരുന്നു, ടാക്സ് റിഫോംസിന് വേണ്ടിയിട്ട് ഒരു കേൽക്കർ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിരുന്നു. സോ ഇങ്ങനെ കുറെ കേൽക്കർ കമ്മിറ്റീസ് ഉണ്ട്, മൾട്ടിപ്പിൾ കേൽക്കർ കമ്മിറ്റീസ് ഉണ്ട്. സോ അതിൽ ഒരെണ്ണമാണെന്ത്, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിന്റെ കേൽക്കർ കമ്മിറ്റി എന്ന് പറയുന്നത് 2015 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. മറ്റൊന്നാണെന്ത്, മഹാരാഷ്ട്ര ഗവൺമെന്റ് 2013 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ടാക്സ് റിഫോംസിന് വേണ്ടിയിട്ടുള്ള കേൽക്കർ കമ്മിറ്റി. അതിനുശേഷമാണെന്ത്, രംഗരാജൻ കമ്മിറ്റി. സോ രംഗരാജൻ കമ്മിറ്റി എന്ന് പറയുന്നത് 1992 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മിറ്റിയാണെന്ത്, ഈ ഒരു രംഗരാജൻ കമ്മിറ്റി എന്ന് പറയുന്നത്. സോ രംഗരാജൻ കമ്മിറ്റിയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള, പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിലുള്ള ഡിസ്ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് സ്ട്രാറ്റജീസ് എന്ത് ചെയ്യുക, രൂപീകരിക്കുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, അതായത് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനീസിൽ നിന്ന് എങ്ങനെ ഷെയർസ് സെല്ല് ചെയ്യാം അല്ലെങ്കിൽ ആ കമ്പനീസിന്റെ ഷെയർസ് എങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ളതിന് എന്ത് ചെയ്യുക, ഒരു വേ ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരു മാർഗം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. ആൻഡ് അതനുസരിച്ച് രംഗരാജൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പബ്ലിക് സെക്ടറിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന കമ്പനീസ്, സോ പബ്ലിക് സെക്ടറിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന ഏരിയാസിലുള്ള കമ്പനീസ്, സോ റിസർവ് ഫോർ പബ്ലിക് സെക്ടർ. സോ പബ്ലിക് സെക്ടറിന് വേണ്ടിയിട്ട് മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന സെക്ടറിൽ ഫംഗ്ഷൻ ചെയ്യുന്ന കമ്പനീസിൽ 49% വരെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യാം, അലോ ചെയ്യാനായിട്ട് സാധിക്കും. പബ്ലിക് സെക്ടറിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില സെക്ടേഴ്സ് ഉണ്ട്. ആ സെക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കമ്പനീസിൽ 49% വരെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അലൗഡ് ആണ്. അതായത് ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഷെയർസിൽ 49% ഷെയർസ് വരെ എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാം. ബാക്കി 51% ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ വെക്കണം. ആൻഡ് അതുപോലെ തന്നെ ബാക്കി കമ്പനീസിൽ, ബാക്കി സെക്ടേഴ്സിലുള്ള കമ്പനീസിൽ എന്താണ്, 100% ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വരെ അലൗഡ് ആണ്. സോ ബാക്കി കമ്പനീസിലും, അതായത് പബ്ലിക് സെക്ടറിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യാത്ത മറ്റ് സെക്ടേഴ്സിലുള്ള കമ്പനീസിൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 100% വരെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, അലൗഡ് ആണ്. സോ പബ്ലിക് സെക്ടറിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന ഏരിയാസിൽ ഫംഗ്ഷൻ ചെയ്യുന്ന കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനീസിൽ 49% വരെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അലൗഡ് ആണ്. എന്നാൽ മറ്റ് ഏരിയാസിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഗവൺമെന്റ് കമ്പനീസിൽ നിന്ന് 100% ഷെയർസ് വരെ എന്ത് ചെയ്യാൻ സാധിക്കും, സെല്ല് ചെയ്യാം എന്നാണ് എന്ത് ചെയ്യുന്നത്, രംഗരാജൻ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ചക്രവർത്തി കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ്, മോണിറ്ററി പോളിസി റിഫോംസിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ്. മോണിറ്ററി പോളിസി റിഫോംസിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണെന്ത്, ഈ ഒരു ചക്രവർത്തി കമ്മിറ്റി എന്ന് പറയുന്നത്, വിച്ച് വാസ് ഇൻ 1982. സോ 1982 മോണിറ്ററി പോളിസി റിഫോംസിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണെന്ത്, ഈ ഒരു ചക്രവർത്തി കമ്മിറ്റി എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഈ കമ്മിറ്റീസ്, ഈ ഓപ്ഷനകത്തുള്ള കമ്മിറ്റീസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടുകൾ എന്ന് പറയുന്നത്. Next question. Which of the following is not mentioned in Part 4 of the Indian Constitution? Indian Constitutionന്റെ Part 4ൽ മെൻഷൻ ചെയ്യാത്തത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ യൂണിഫോം സിവിൽ കോഡ്, ഓപ്ഷൻ ബി
promotion of international peace and security. Option C, organization of village panchayats. And option D, promotion of Hindi language as a medium of expression. ഇനി പാർട്ട് 4 എന്താണെന്ന് അറിയാലോ. പാർട്ട് 4 എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4 എന്ന് പറയുന്നത് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് ഡീൽ ചെയ്യുന്ന പാർട്ടാണ്. സോ ഇതിൽ ഏതാണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ, ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? യൂണിഫോം സിവിൽ കോഡ്. സോ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നതാണ് ഒരു ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. ഈ ഒരു യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 44ലാണ്. സോ ആർട്ടിക്കിൾ 44 DPSP ആണ്. സോ ആർട്ടിക്കിൾ 44 പാർട്ട് 4 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾസ് 36 to 51. സോ ആർട്ടിക്കിൾ 36 to 51 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് DPSP ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. സോ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 44നകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യമാണ്. ആൻഡ് സോ ഇതെന്താണ്? ഒരു ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. ആൻഡ് ഇത് ഏത് ടൈപ്പ് ഓഫ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ ആണ്. സോ ഒരു ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ ആണെന്ത്? ഈ ഒരു യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ലിബറൽ ഇന്റലക്ച്വൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ. ഒരു ലിബറൽ ഇന്റലക്ച്വൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണെന്ത്? യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി. സോ ഇതെന്ന് പറയുന്നതാണ് DPSP ആണ്. സോ പാർട്ട് 4നകത്തുള്ള കാര്യം തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 51ലാണ്. സോ ആർട്ടിക്കിൾ 51ലാണ് പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിയെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഓഫ് കോഴ്സ് ഇത് എന്ത് തന്നെയായിരിക്കും? ഒരു ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി തന്നെയായിരിക്കും. ആൻഡ് ഇത് ഏത് ടൈപ്പ് ഓഫ് DPSP ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും എന്ത് തന്നെയാണ്? ഒരു ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ തന്നെയാണ്. സോ ഇതും പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിയും എന്ത് തന്നെയാണ്? ഒരു ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾ തന്നെയാണ്. സോ ഇതും എന്താണ്? DPSP ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്സ്. സോ ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 40 മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യമാണെന്ത്? ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്സ് എന്ന് പറയുന്നത്. സോ ഇതും എന്ത് തന്നെയാണ്? ഒരു ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി തന്നെയാണ്. ആൻഡ് ഇത് ഏത് ടൈപ്പ് ഓഫ് DPSP ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ്. സോ ഗാന്ധിയൻ ഫിലോസഫിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണെന്ത്? ഈ ഒരു പ്രൊമോഷൻ, ഈ ഒരു ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്സ് എന്ന് പറയുന്നത്. സോ ഇതും എന്ത് തന്നെയാണ്? DPSP തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? പ്രൊമോഷൻ ഓഫ് ഹിന്ദി ലാംഗ്വേജ് ആസ് എ മീഡിയം ഓഫ് എക്സ്പ്രഷൻ. സോ പ്രൊമോഷൻ ഓഫ് ഹിന്ദി ലാംഗ്വേജ് ആസ് എ മീഡിയം ഓഫ് എക്സ്പ്രഷൻ. ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 351ലാണ്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 351ലാണ് എന്തിരിക്കുന്നത്? ഈ പ്രൊമോഷൻ ഓഫ് ഹിന്ദി ലാംഗ്വേജ് ആസ് എ മീഡിയം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ ആർട്ടിക്കിൾ 351 എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ ആർട്ടിക്കിൾ 351 പ്രകാരം യൂണിയൻ ഗവൺമെന്റ് ഡ്യൂട്ടിയാണ് എന്ത്? ഹിന്ദി ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ഹിന്ദി ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യുക ആൻഡ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത് യൂണിയൻ ഗവൺമെന്റിന്റെ ഒരു ഡ്യൂട്ടി ആണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്? ആർട്ടിക്കിൾ 351. സോ ആർട്ടിക്കിൾ 351 എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒഫീഷ്യൽ ലാംഗ്വേജസിന്റെ പാർട്ടിൽ വരുന്ന, സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒഫീഷ്യൽ ലാംഗ്വേജസിന്റെ പാർട്ടിൽ, ദാറ്റ് ഈസ് പാർട്ട് 17 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 17 which deals with official languages. ഒഫീഷ്യൽ ലാംഗ്വേജസുമായിട്ട് ഡീൽ ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 17നകത്ത് വരുന്ന കാര്യമാണെന്ത്? ഈ ഒരു ആർട്ടിക്കിൾ 351 എന്ന് പറയുന്നത്. അതായത് ഹിന്ദി ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് യൂണിയൻ ഗവൺമെന്റ് ഡ്യൂട്ടി ആണെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 351. ഇത് വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 17ലാണ് which deals with official languages. സോ ചോദിച്ചിരിക്കുന്നത് പാർട്ട് 4നകത്ത് ഉൾപ്പെടാത്തത് ഏതാണെന്നാണ്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് പാർട്ട് 17നകത്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണെന്ത്? നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഈ ലാസ്റ്റ് ഓപ്ഷൻ പ്രൊമോഷൻ ഓഫ് ഹിന്ദി ലാംഗ്വേജ് ആസ് എ മീഡിയം ഓഫ് എക്സ്പ്രഷൻ ആണ് പാർട്ട് 4നകത്ത് ഇൻക്ലൂഡഡ് അല്ലാത്തത്. ഈ ഒരു കാര്യം പാർട്ട് 17ലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അണ്ടർ ആർട്ടിക്കിൾ 351. ആൻഡ് ഇത് എന്തിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്? പാർട്ട് 17 ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന പാർട്ടാണ് പാർട്ട് 17 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who was the leader of the Indian National Army before Subhash Chandra Bose took charge? സുഭാഷ് ചന്ദ്രബോസ് ചാർജ് എടുക്കുന്നതിന് മുന്നേ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചാർജ് ആർക്കായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മോഹൻ സിംഗ്, ഓപ്ഷൻ ബി രാജ് ബിഹാരി ബോസ്,
ഓപ്ഷൻ സി ലാലാ ലജ്പത് റോയ് ആൻഡ് ഓപ്ഷൻ ഡി സി രാജഗോപാലാചാരി. സുഭാഷ് ചന്ദ്രബോസ് INA ചാർജ് ഏറ്റെടുക്കുന്നതിന് മുന്നേ INA ലീഡർഷിപ്പ്, INA ലീഡർ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. സോ ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് എന്ത് ചെയ്യുന്നത് 1942 INA എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ ആർമി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ഇൻ ദ ഇയർ 1942. സോ 1942 വേൾഡ് വാർ 2 നിന്ന് ജപ്പാൻ ക്യാപ്ചർ ചെയ്ത ഇന്ത്യൻ പ്രിസണേഴ്സ് ഓഫ് വാറിനെ, ഏതാണ്ട് 12,000-ഓളം വരുന്ന ഇന്ത്യൻ പ്രിസണേഴ്സ് ഓഫ് വാറിനെ കൂട്ടിച്ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് 1942 ക്യാപ്റ്റൻ മോഹൻ സിംഗ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇന്ത്യൻ നാഷണൽ ആർമി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം 1943 എന്ത് ചെയ്യുന്നത് സുഭാഷ് ചന്ദ്രബോസ് ഈ ഒരു INA ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നത്. സോ സുഭാഷ് ചന്ദ്രബോസ് INA ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നത് 1943. ആൻഡ് സുഭാഷ് ചന്ദ്രബോസിന്റെ ഈ INA വിളിക്കുന്നത് INA 2 എന്നാണ്. സോ സെക്കൻഡ് INA എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു INA വിളിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസ് ചാർജ് ഏറ്റെടുത്ത INA സെക്കൻഡ് INA എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഈ സെക്കൻഡ് INA ആണ് എന്ത് ചെയ്യുന്നത് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് അറിയപ്പെടുന്നത്. ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു സെക്കൻഡ് INA ആണ്. 1942 ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് എന്ത് ചെയ്യുന്നത് INA എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, INA കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് 1943 എന്ത് ചെയ്യുന്നത് സുഭാഷ് ചന്ദ്രബോസ് INA ലീഡർഷിപ്പിലേക്ക് എത്തുന്നത്. ആൻഡ് സുഭാഷ് ചന്ദ്രബോസിന്റെ INA ദാറ്റ് ഈസ് സെക്കൻഡ് INA വിളിക്കുന്ന പേരാണെന്ത് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ആസാദ് ഹിന്ദ് ഫൗജിന്റെ സിമ്പൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്രിങ്ങിങ് ടൈഗർ, കുതിച്ചു ചാടുന്ന ടൈഗർ ആണെന്ത് ഈ ഒരു ആസാദ് ഹിന്ദ് ഫൗജിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. സോ സിമ്പൽ ഓഫ് ദി ആസാദ് ഹിന്ദ് ഫൗജ് ഈസ് സ്പ്രിങ്ങിങ് ടൈഗർ. സ്പ്രിങ്ങിങ് ടൈഗർ ആണെന്ത് ആസാദ് ഹിന്ദ് ഫൗജിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ടൈം പീരീഡിലാണ് എന്ത് ചെയ്യുന്നത് സുഭാഷ് ചന്ദ്രബോസ് ഫേമസ് ആയിട്ടുള്ള ഗീവ് മീ ബ്ലഡ് ആൻഡ് ഐ ഷാൽ ഗീവ് യു ഫ്രീഡം എന്നുള്ള സ്ലോഗൻ ഒക്കെ റേസ് ചെയ്യുന്നത് ഈ ഒരു ടൈം പീരീഡിലാണ്. INA ലീഡർഷിപ്പ് ഏറ്റെടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ ഫേമസ് സ്ലോഗൻ ആയിട്ടുള്ള ഗീവ് മീ ബ്ലഡ് ആൻഡ് ഐ ഷാൽ ഗീവ് യു ഫ്രീഡം എന്നുള്ള സ്ലോഗൻ റേസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ജയ് ഹിന്ദ് എന്നുള്ള ആ ഒരു ടേം, ആ ഒരു എന്താണ് അഡ്രസ് ഫോം ചെയ്യുന്നതും, ജയ് ഹിന്ദ് എന്നുള്ള അഡ്രസ് ഫോം ചെയ്യുന്നതും ഈ ഒരു ടൈം പീരീഡിൽ തന്നെയാണ്. സോ ഇതൊക്കെയാണ് എന്ത് ഇന്ത്യൻ നാഷണൽ ആർമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. ഐ ഹോപ്പ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. സോ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക്